പാകിസ്ഥാനിലെ ക്വറ്റ സൈനിക ആസ്ഥാനത്തുണ്ടായ സ്ഫോടനത്തിൽ മരണം 10 32 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. ചാവേർ ആക്രമണമാണ് ഉണ്ടായത് എന്ന് സൈന്യം വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നിൽ ബലൂച്ച് വിമതരാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. സൈനിക ആസ്ഥാനത്താണ് ഈ ആക്രമണം നടന്നത് എന്നത് ശ്രദ്ധേയമാകുന്നു. ബലൂച്ച് വിമതർ തന്നെയാണോ ആക്രമണം നടത്തിയതെന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ? ഏറ്റവും ഒടുവിലായി മരണസംഖ്യയായി പുറത്തു വന്നത് 10 പേർ മരിച്ചു എന്നുള്ളതാണ്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? റിജിത്ത്, ഈ ആക്രമണത്തിന് പിന്നിൽ ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് തന്നെയാണ് പാക് സൈന്യം ആരോപിക്കുന്നത്. ഇതുവരെയും എന്നാൽ BLA ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഔദ്യോഗികമായി സമൂഹ മാധ്യമങ്ങളിലോ മറ്റോ സാധാരണ ഉണ്ടാകുന്നത് പോലെ എന്നുള്ളതും ശ്രദ്ധേയമാണ്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാനെ ഞെട്ടിച്ച ഒരു ഭീകരവാദി ആക്രമണമാണ് സൈനിക കേന്ദ്രത്തിന് നേരെ ഉണ്ടായത്. ബലൂചിസ്ഥാനിലെ ഈ ഫ്രോണ്ടിയർ ഫോഴ്സിന്റെ ഏറ്റവും വലിയ ആസ്ഥാനത്തിന് നേരെയാണ് ഭീകരവാദി ആക്രമണം ഉണ്ടായത്. വലിയ സ്ഫോടനം തന്നെയായിരുന്നു ഈ പ്രദേശത്ത് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ അറിയിക്കുന്നത്. ഈ ആക്രമണത്തിൽ 10 പേർ മരിച്ചതായി സ്ഥിരീകരണമുണ്ട്. അതിൽ 3 പേർ പാക് സൈനികരാണ് എന്നും സൈന്യം സ്ഥിരീകരിക്കുന്നു. മറ്റുള്ളവർ പ്രദേശത്ത് ആ സമയത്ത് റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ആളുകളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റുള്ളവർ. 32 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ ഭീകരവാദികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാറുമായി എത്തിയാണ് ഈ ആക്രമണം നടത്തിയത്. ചാവേർ ആക്രമണമാണ് സൈനിക കേന്ദ്രത്തിന് നേരെ നടന്നത് എന്ന് പാക് സൈന്യം സ്ഥിരീകരിക്കുന്നു. പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ അടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ പരിശോധനകൾ നടത്തി വരികയാണ്. സമീപകാലത്ത് നേരത്തെ ട്രെയിനിനുണ്ടായ ആക്രമണം കഴിഞ്ഞാൽ സമീപകാലത്ത് പാകിസ്ഥാനിൽ ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്ന് ഉണ്ടായത്. റിജിത്ത്, ശരി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പാകിസ്ഥാനെ ഞെട്ടിച്ച് ഈ ആക്രമണത്തിന് പിന്നിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് എന്നാണ് സൈന്യം സ്ഥിരീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.